അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ എടുത്തായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ചാണ്ട് വൈകിപ്പോയി. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇന്ന് പപ്പായ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. മുറിച്ച വശൻ്റെ കളർ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. അത് പഴുത്തല്ലോ, ഇത് എങ്ങനെ ഉപ്പേരി വയ്ക്കുന്ന ആലോചിച്ചിട്ട് പിന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ നിന്നില്ല. മധുരാണേ മധുരമായിക്കോട്ടെ, എന്തായാലും ഞാൻ ഉപ്പേരി വയ്ക്കുന്ന തന്നെ ഉറപ്പിച്ച് അതെല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റൂമിൽ നിന്ന് ഭയങ്കര ഒളി. ഞാൻ പോയി നോക്കിയപ്പോൾ അപ്പയും മോളും ഭയങ്കര തല്ലൂട്ടത്തിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ കാത്തുനെ കൊണ്ട് എടുത്തോടുന്നു കേട്ടോ. അല്ലെങ്കിൽ അവിടെ എടുത്തു കഴിഞ്ഞത് വലിയ പ്രശ്നത്തേക്ക് മാറും. അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് നമ്മൾ കാത്തും ഇരിക്കുന്നത്. പിന്നെ അതാ നമ്മൾ പപ്പായയെല്ലാം ഞാൻ അങ്ങനെ കട്ട് ചെയ്താണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടാവില്ലെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തും എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെന്താ പിന്നെ നമ്മളെ കാത്തുമ്മനെ അടുക്കളയ്ക്ക് കൊടുന്ന് നമുക്ക് 100,000 സംശയങ്ങളാണ്. അതൊക്കെ തീർത്തു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്താവും. പിന്നെ പപ്പായ നന്നായി കഴുകിയതിൻ്റെ ശേഷം അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തു. അത് നന്നായി മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുത്തിയ മുളകും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് അത് നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെ പപ്പായ കൊണ്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരി. അമ്മ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്. എനിക്ക് ആ ഒരു ആഗ്രഹത്തും ഞാൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതാ നമ്മളെ പരിപ്പ് കൂട്ടാനുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചാണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതായിരുന്നു അപ്പളിക്കും പറഞ്ഞു അവന് പരിപ്പുപ്പേരി വേണമെന്ന്. അപ്പം അതിന് കുത്തിയ മുളക് കഴിഞ്ഞല്ലോ, ഉള്ള മുളകൊക്കെ എടുത്ത് ഞാൻ ചതച്ചിട്ടാണ് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതാ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും കഴുകി അടുക്കള ക്ലീൻ ആക്കാൻ നോക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കൂടി എൻ്റെ മണ്ടയ്ക്ക് തന്നെ വീഡിയോ കിട്ടാം. അപ്പോഴേക്കും അതിൻ്റെ പരിപ്പൂട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നമുക്ക് താളിച്ചു കൊട്ടാം. അപ്പോൾ അതിന് കടുകും മുഴുവൻ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കരിയങ്ങാട്ട് മുന്നെടുത്ത് നമുക്ക് കറിയിലേക്ക് കൊട്ടാട്ടെ. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് മുളക് പൊടി ഇടുമ്പോൾ കറിയാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ അതായിട്ടുള്ള പരിപ്പുപ്പേരും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുന്നേ ഏതൊരു വീഡിയോയിൽ എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വല്ല വീഡിയോയിലും ഇടാം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അതുകൊണ്ടാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ഞാൻ ചടപടേനെ തന്നെ അടുക്കള ക്ലീൻ ആക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എളുപ്പമാണെങ്കിലും കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഗർഭിണിയാണോ ഉണ്ണിണ്ടോ അങ്ങനെ കറികളൊക്കെ അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പപ്പായ ഉപ്പേരി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പരിപ്പുപ്പേരി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീനച്ചാർ അതും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തക്കാളിയും പരിപ്പും കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ച് ഫുഡ് കൊടുത്തു. ആദ്യമായിരുന്നു ഫുഡ് കൊടുത്തു. അതേപോലെ ഞാൻ കാത്തുമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് ഒറ്റയ്ക്ക് കൊടുത്താൽ നേരെ ചോറ് ഫുഡ് കഴിക്കില്ല കേട്ടോ. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ബാക്കി ചോറ് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രക്കുള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ.